അഗ്നിയും ഹിമയും, പ്രകൃതിയുടെ പ്രണയയുദ്ധം. ഒരു കാലത്ത് ഭൂമി രണ്ട് ശക്തികളാൽ ഭരിക്കപ്പെട്ടിരുന്നു. ഒന്ന്, ആകാശത്തെ സൂര്യന്റെ തറവാട്ടിലെ അഗ്നി. രണ്ട്, മേഘങ്ങളുടെ കൊട്ടാരത്തിലെ തണുപ്പിന്റെ രാജകുമാരിയായ ഹിമ. ഇവർ തമ്മിൽ പ്രണയത്തിലാണോ അതോ ശത്രുതയിലാണോ എന്ന് ആർക്കും നിശ്ചയമില്ലായിരുന്നു. വയനാടൻ മഞ്ഞിലെ പ്രണയം 2014. കഥ തുടങ്ങുന്നത് 2014 വയനാടൻ ശൈത്യകാലത്താണ്. ഹിമയ്ക്ക് വയനാടിനോട് വലിയ ഇഷ്ടമായിരുന്നു. അവൾ അവിടെ എത്തിയപ്പോൾ പുൽപ്പള്ളിയും ചൂരൽമലയും മഞ്ഞിൽ പുതച്ചു. കോമഡി: നാട്ടിലെ തിരണ്ടി രാഘവൻ ഉടുമുണ്ടിൽ ഐസ് കട്ട വീണപ്പോൾ കരുതിയത് ആരോ എറിഞ്ഞതാണെന്നാണ്. പുറത്തിറങ്ങിയ രാഘവൻ കണ്ടത് വിചിത്രമായ കാഴ്ചയാണ്. കവുങ്ങിലെ അടയ്ക്കകൾ മഞ്ഞു വീണ് ഐസ്ബോൾ പോലെ ഇരിക്കുന്നു. പിള്ളേർ അതെടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ഹൊറർ. പക്ഷേ രാത്രിയായപ്പോൾ കളി മാറി. തണുപ്പ് കൂടിയപ്പോൾ മരങ്ങൾക്കിടയിലൂടെ വെള്ളവസ്ത്രം ധരിച്ച രൂപങ്ങൾ നീങ്ങാൻ തുടങ്ങി. ഹിമയുടെ തോഴിമാരായിരുന്നു അത്. അവർ ശ്വസിക്കുമ്പോൾ കാറ്റ് ചൂളം വിളിച്ചു. ആളുകൾ പുതപ്പിനുള്ളിൽ വിറച്ചിരിക്കുമ്പോൾ ആ തണുത്ത കാറ്റിൽ പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടു. അഗ്നി തന്റെ പ്രണയിനിയെ കാണാൻ ഒളിച്ചു വന്നതായിരുന്നു അത്. പകലും രാവും, ദ പൊയറ്റിക് ബാലൻസ്. പകൽ അഗ്നിയുടെ സാമ്രാജ്യമാണ്. അവൻ ആകാശത്തിരുന്ന് തീ തുപ്പും. ഭൂമി ഒരു വലിയ ചീനച്ചട്ടി പോലെ ചൂടാകും. പകൽ തിളയ്ക്കുന്ന എണ്ണ പോലെയും രാത്രി തണുത്തുറഞ്ഞ പാൽ പോലെയും മാറി മാറി വന്നു. രാത്രി ഹിമയുടെ ഊഴമാണ്. അവൾ വരുമ്പോൾ അഗ്നി മാഞ്ഞുപോകും. പക്ഷെ ഇവർ തമ്മിലുള്ള ഈ ഒളിച്ചുകളി പ്രകൃതിയുടെ താളം തെറ്റിച്ചു. മഹാപ്രളയത്തിലെ യുദ്ധം 2018. 2018 അഗ്നിയും ഹിമയും തമ്മിൽ വലിയൊരു പിണക്കമുണ്ടായി. അഗ്നി കടുപ്പിച്ചു വെയിൽ കൊടുത്തു. ദേഷ്യം വന്ന ഹിമ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീർ നിർത്താതെ പെയ്ത മഴയായി മാറി കേരളം കണ്ട മഹാപ്രളയം. യുദ്ധം. ആകാശത്ത് വെള്ളി ഇടിമിന്നലുകൾ കൊണ്ട് ഹിമ വാൾ വീശി. അഗ്നി സൂര്യകിരണങ്ങൾ കൊണ്ട് അതിനെ തടഞ്ഞു. വെള്ളമുയരുമ്പോഴും ആകാശം കത്തുന്ന വെയിലിൽ തിളങ്ങി. കോമഡി: വെള്ളം കയറിയപ്പോൾ വീടിന്റെ മേൽക്കൂരയിലിരുന്ന പത്രോസ് ചേട്ടൻ തന്റെ പഴയ കുടയെടുത്തു. മഴ പെയ്യുമ്പോൾ തണുപ്പിന് പകരം ഐസ് കട്ടകൾ തലയിൽ വീഴുന്നു. തൊട്ടടുത്ത നിമിഷം കത്തുന്ന വെയിൽ. എന്റെ കർത്താവേ, ഇത് മഴയത്ത് കുളിക്കണോ അതോ വെയിലത്ത് ഉണങ്ങണോ എന്ന് പത്രോസ് ചേട്ടൻ ഉറക്കെ നിലവിളിച്ചു. ഹൊറർ. പ്രളയരാത്രികളിൽ വയനാടൻ മലകളിൽ നിന്ന് വിചിത്രമായ രൂപങ്ങൾ ഒഴുകിയിറങ്ങി. വെള്ളത്തിലൂടെ തീജ്വാലകൾ ഒഴുകി നടന്നു. വെള്ളത്തിനടിയിൽ അഗ്നിയുടെ രൂപം കണ്ടവർ ഭയന്നു വിറച്ചു. മഴ പെയ്യുമ്പോൾ ആ തുള്ളികൾ മണ്ണിൽ വീണ് പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ കരുതിയത് ഭൂമി പൊട്ടിത്തെറിക്കുമെന്നാണ്. അവസാനം ഒടുവിൽ അഗ്നിയും ഹിമയും തങ്ങൾ ഭൂമിയെ നശിപ്പിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ പരസ്പരം കൈകോർത്തു. തണുപ്പും ചൂടുമൊന്നായപ്പോൾ കേരളത്തിന്റെ ആകാശത്ത് വലിയൊരു മഴവില്ല് വിരിഞ്ഞു. ഇന്നും വയനാട്ടിലെ ചില ഉച്ചസമയങ്ങളിൽ കത്തുന്ന വെയിലിനിടയിലും ഒരു തണുത്ത കാറ്റ് വരാറുണ്ട്. അത് അഗ്നിയും ഹിമയും ഒളിച്ചു കാണാൻ വരുന്നതാണെന്ന് നാട്ടുകാർ രഹസ്യമായി പറയും. അപ്പോഴും പവിത്രൻ ചേട്ടൻ തന്റെ ചായക്കടയിൽ ഇരുന്ന് പറയും, ഇത് ആ പ്രണയത്തിന്റെ ചൂടാ മക്കളെ, വെറും കാലാവസ്ഥയല്ല.